ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി നമ്മൾ സ്ക്രഞ്ചീസ് ആക്കാൻ പോവുകയാണ്. എന്തായാലും പീടിയിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ച് പൈസ ആവില്ലേ, നമ്മളത് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് എപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പഴയ പാൻറ്റാണ്. പാൻറ്റ് നമ്മൾ പകുതിയായിട്ട് കീറി, കാലിൻ്റെ ഒരു പീസ് കീറി, എന്നിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ചെറിയ കഷ്ണം കൊണ്ട് നമ്മളിന്ന് സ്ക്രഞ്ചീസ് ആക്കാൻ പോവുകയാണ് ഗൈസ്. അന്നേരം മിഷനിൽ നൂല് സൂചിയെല്ലാം ഇട്ട് സെറ്റാക്കി എന്നിട്ട് അടിക്കാൻ തുടങ്ങാണ്. ശ്രീജിയാണ് നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. എനിക്ക് സ്റ്റിച്ചിങ് അറിയാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, കട്ട് ചെയ്ത് വെച്ച പാൻറ്റിൻ്റെ പീസ് നമ്മൾ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല ക്ലോത്ത് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെട്ടാം. നമ്മളെ കയ്യിൽ അത്ര നല്ല ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു പാൻറ്റിൻ്റെ പീസ് ഒന്ന് റീയൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ കട്ട് ചെയ്ത പാൻറ്റിൻ്റെ പീസ് ഇനി നമുക്ക് സൈഡെല്ലാം അടിച്ചു വിടണം. സൈഡ് അടിച്ച ശേഷം നമ്മൾ ആ സൈഡെല്ലാം കട്ട് ചെയ്ത് വിടാം. എക്സ്ട്രാ വരുന്ന തുണി നമ്മൾ ക്ലോത്ത് കുറച്ച് കട്ട് ചെയ്ത് വിടാം. അതിന് ശേഷം ആ തുണി തിരിച്ചിടുക. ഉള്ളിൽ നിന്ന് എടുത്ത് മറിച്ചിട്ട് തുണി ക്ലോത്ത് ഇടുക. ശ്രീഷ എളുപ്പത്തിന് വേണ്ടിയിട്ട് കത്രികയെല്ലാം ഇട്ട് കുത്തുകയാണ്. അത് ഒരു ചെറിയ എന്താ പറയുക, വടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പുറത്തെടുക്കാം. പിന്നെ മടി കാരണം വന്ന് കത്രിക വെച്ച് കുത്തിയത് പുറത്തിട്ടു. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് എലാസ്റ്റിക് ഇട്ട് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തു. ഇത്രയേ ഉള്ളൂ പണി, സിമ്പിൾ. ഇതിന് നമുക്ക് ഒരു സ്ക്രഞ്ചീസായി. നമ്മളിപ്പോൾ സ്ക്രഞ്ചീസ് ആണെങ്കിൽ നല്ല പൈസയാവില്ലേ? നല്ല പൈസയല്ല, എന്നാലും 10 രൂപക്കെല്ലാം അവൈലബിൾ ആണ്. അല്ലാത്ത നല്ല സ്ക്രഞ്ചീസിന് വലിയ പൈസയാവും. നമുക്ക് നല്ല ക്ലോത്ത് വെച്ചിട്ട് തുന്നുകയാണെങ്കിൽ നല്ല സ്ക്രഞ്ചീസ് നമുക്ക് തന്നെ വീട്ടിലാക്കാം. നല്ല ഭംഗിയില്ലേ കാണാൻ? ആ ഒരു എലാസ്റ്റിക് കയറിയ ഭാഗമാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വിടാം. അന്നേരം ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഓക്കെ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. എന്നാൽ പിന്നെ ശരി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.